ചിലപ്പോൾ നീ എടുക്കുന്ന തീരുമാനത്തിൽ പിന്നീട് ദുഃഖിക്കാൻ ചാൻസ് ഉണ്ട്. യു ഡോണ്ട് നീഡ് ടു ഡ്രൈവ് യുവർ ലൈഫ്. പിന്നെ എനിക്കതായിരിക്കുമോ അല്ലെങ്കിൽ ആണോ അല്ല, കാരണം നമുക്കറിയില്ലല്ലോ. നമുക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ. അത് ഭയങ്കര ഭയാനകമാണ്. ലൈഫ് പൊക്കോളും, നമുക്കൊന്നും ചെയ്യാനില്ല. ഏറ്റവും കൂടുതൽ ഒരു സൂയിസൈഡ് സംഭവിക്കുന്നത് ആ പ്രായത്തിലാണ്. അതായിരുന്നു എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാൻ. ലൈഫ് ലോങ് ഡിപ്രസ്ഡ് ആയി പോണത് ആ ഒരു സ്റ്റേജിലാണ്. ഞാനൊരു 40 വയസ്സോടെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും 40 വർഷം? പിന്നീട് എനിക്ക് മനസ്സിലായിരുന്നു ഒത്തിരി പേര് ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ബുക്കിൻ്റെ പേരാണ് ലിവ് ലൈഫ് ഇൻ ക്രസൻറ്റോ. യെസ്, പുതിയ ദിവസം പുതിയ ബുക്ക്. ഇന്നത്തെ ബുക്ക് എനിക്കൊന്ന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഗോ ത്രൂ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മിഡ് ലൈഫ് ക്രൈസിസ്. അതെ, ഇതിനെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആർക്കും പറ്റാത്തൊരു ഇതാണ്. ഇതിനെ ഡിപ്രഷനിലേക്കും ഇതിലേക്ക് കണക്ട് ചെയ്ത് ആൾക്കാർ പക്ഷേ ദേ ആർ സഫറിങ്. അതെ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സഫർ ചെയ്യണു. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു കാരണം തിരിച്ചറിയാൻ പറ്റാതെ പല ആൾക്കാരും അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നു. ഒരു കോംപ്ലക്സ് സിനാരിയോ. ഞാനും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു അറ്റത്ത് ചെന്നിട്ട് തിരിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു ഇതായിരുന്നു, ഒരു ഇടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ബുക്കിൻ്റെ പേരാണ് ലിവ് ലൈഫ് ഇൻ ക്രസൻറ്റോ. ഇപ്പം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു എന്തോ ഒരു ടൈപ്പ് ഒരു ബുക്കാണ്, ഭയങ്കര ഒരു കട്ടിയുള്ള ബുക്കാണെന്ന് തോന്നുന്നു. പക്ഷേ അല്ല, ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ബുക്കാണിത്. എങ്ങനെയാണ് ശ്യാമിന് ഈ ബുക്ക് കിട്ടിയത്? എന്താണ് ഈ ബുക്ക് ശ്യാമിൻ്റെ ലൈഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്? എനിക്ക് ഈ ബുക്ക് കിട്ടിയതിൽ പുറകിലൊരു കഥയുണ്ട്. പതിവ് പോലെ, കാരണം ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു റെസിഗ്നേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ എൻ്റെ ഒരു മാനേജറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മാനേജർ എൻ്റെ അടുത്ത് കുറച്ച് ഹാർഷായിട്ടുള്ള സംസാരമായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു ചിലപ്പോൾ നീ എടുക്കുന്ന തീരുമാനത്തിൽ പിന്നീട് ദുഃഖിക്കാൻ ചാൻസ് ഉണ്ട്, ഞാൻ റിസൈൻ ചെയ്യാണല്ലോ, കാരണം നിനക്ക് മിഡ് ലൈഫ് ക്രൈസിസ് ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഒത്തിരി ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു, എന്താണ് അതെങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇതിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, എൻ്റെ ഒരു സമയത്തിൽ ഞാൻ ലൈഫിൽ അങ്ങനെ കടന്നുപോയി, എനിക്കെല്ലാം ഉപേക്ഷിച്ച് കളയണം എന്നുള്ളൊരു സമയത്തിൽ കൂടെ ഞാൻ കടന്നു പോയായിരുന്നു, ഞാൻ അവിടെ നിന്ന് റിക്കവറായി വന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഒത്തിരി സഫർ ചെയ്തായിരുന്നു എന്നും പറഞ്ഞു. അപ്പം അങ്ങനെ ആണെന്നിപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു, പിന്നെ എനിക്കതായിരിക്കുമോ അല്ലെങ്കിൽ ആണോ അല്ല, കാരണം നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെയാണ് അതിനെ പറ്റിയിട്ട് വായിച്ചു തുടങ്ങിയത് കൂടുതലും. പിന്നെയാണ് എനിക്ക് അതിൻ്റെ ഒരു ഭീകരതേനെ പറ്റിയിട്ട് അറിയും കൂടുന്തോറും എനിക്കത് ഭയങ്കര ഒരു ക്യൂരിയസ് ആയി തുടങ്ങി. കാരണം മനുഷ്യൻ്റെ ഒരു 25 മുതൽ 50 വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിൽ ഒരു വ്യക്തി എപ്പോഴെങ്കിലും കടന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് ഈ സൈക്കോളജിസ്റ്റുകൾ ഉറപ്പ് പറയുന്ന ഒരു സംഭവമാണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ്. അത് ഒരു സമയം എത്തണ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ കരിയറിൽ ഏറ്റവും പീക്കിലെത്തിയ സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നമ്മളെല്ലാം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ നമ്മളെല്ലാം നേടി ജീവിതം നല്ലൊരു ഫാമിലി എല്ലാം ഉണ്ടെങ്കിൽ ഓൾ ഓഫ് എ സഡൻ നമുക്ക് തോന്നുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇതല്ല എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് തോന്നണ ഒരു അവസ്ഥ ഉണ്ടാവാം. അതിനാണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പൊതുവെ പറയണത്. നമ്മുടെ ലൈഫിലൊരു ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ്, ഫീലിംഗ് ഓഫ് വാക്വം എന്നൊക്കെ പറയണ ഒരവസ്ഥ. അത് ഭയങ്കര ഭയാനകമാണ്, ഭീകരമാണ്. കാരണം അത് പറയണത്, സ്റ്റഡീസ് തന്നെ പറയണത് ഏറ്റവും കൂടുതൽ ഒരു സൂയിസൈഡ് സംഭവിക്കുന്നത് ആ പ്രായത്തിലാണ്. അതായത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാത്ത കാരണങ്ങളെ കൊണ്ട് ജീവൻ എടുക്കുന്ന പല ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാത്ത കാരണങ്ങൾ ഒരു ലൈഫ് ലോങ് ഡിപ്രസ്ഡ് ആയി പോണത് ആ ഒരു സ്റ്റേജിലാണ്. ഒരു ലൈഫ് ലോങ് ആയിട്ട് ഒരു നല്ലതായിട്ട് നമുക്ക് പൊതുവെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഫാമിലി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്സ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു പ്രായത്തിലാണ്. കാരണം പൊതുവെ സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് തിരിച്ചറിയാത്ത കാരണങ്ങളെ കൊണ്ട് നല്ല ജീവിതങ്ങൾ തകർന്നു പോണതിന്റെ ഒരു റീസൺ ഈ മിഡ് ലൈഫ് ക്രൈസിസ് ആണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് സത്യത്തിൽ. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓഥറിന്റെ ബുക്കാണ്, സ്റ്റീവൻ കോയി. നമ്മൾ ഒരു 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന എഴുതിയൊരു, അത് പറയാൻ മറന്നുപോയിരുന്നു. അതെ,
അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടി എക്സൈറ്റഡ് ആയിട്ട് വായിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതിൽ പറയണത്, എന്നാൽ അതിൽ നിന്ന് എങ്ങനെ കടക്കാന്നുള്ള വഴികൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് വായിച്ചത് ഞാൻ. പക്ഷെ ഞാൻ അതിനെ ഒരു ആംഗിളിൽ കൂടെ കാണുന്നു, അതൊരു ഒപ്പീനിയനായിട്ട് കാണുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഞാൻ അതിൽ കൂടെ കടന്നു പോയിണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കടന്നു പോയിണ്ടാവായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല അതിനെ ഞാൻ ഡിഫൈൻ ചെയ്യണത്, അല്ലെങ്കിൽ ഞാൻ അതിനൊരു ക്രൈസിസ് ആണ് ഞാൻ കടന്നു പോയത്. പക്ഷെ എനിക്ക് അതിനെ ഇത്രയും കൂടി ചിലപ്പോൾ ഇത് എനിക്കറിയില്ല, അതിനൊരു ഒരു ഡെഫിനറ്റ് ആൻസർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ മിഡ് ലൈഫ് ക്രൈസിസ് കൂടെ കടന്നു പോയെന്ന് ചോദിച്ചാൽ കടന്നു പോയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ഈ പുസ്തകങ്ങളിലൊക്കെ പറയണ ആ ഒരു സമയത്തിൽ കൂടിയാണ് ഞാനും കടന്നു പോണത്. ഇതേപോലെയുള്ള ചിന്തകളും എനിക്കുണ്ടായിരുന്നു. മീൻസ് എനിക്ക് ലൈഫ് തീർക്കണമെന്നല്ല, പക്ഷെങ്കിലും എനിക്ക് ഇങ്ങനെയാണ് ഇതിനെ ഒരു വേറെ രീതിയിലേക്ക് കാണാം, അല്ലെങ്കിൽ ഞാൻ ആ എനർജി എങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യാം, വേറെ എവിടെയെങ്കിലും മാറ്റി ഉപയോഗിക്കാന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായിരുന്നു ഒത്തിരി പേര് ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഞാൻ ലിജിനെ വളരെ അടുത്തറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ലിജിനും ആ ഒരു ഫീലിംഗിൽ കൂടെ ഒരു സമയത്ത് കടന്നു പോയിട്ട് നമ്മൾ എന്തെന്നറിയാത്ത ഒരു കാരണം കൊണ്ട് നമ്മൾ ഹാപ്പി അല്ലാത്തൊരവസ്ഥ അല്ല. ഇങ്ങനെ ഡിഫൈൻ ചെയ്യാതിനെ എനിക്ക് ഏറ്റവും സിമിലർ നമ്മുടെ ലൈഫിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറിയിട്ട് പാസഞ്ചർ സീറ്റ് ഇരിക്കുന്ന അവസ്ഥയാണ് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുക, യു ആർ എക്സൈറ്റഡ്, യു ആർ ഡൂയിങ് ഇറ്റ്. യു ഗെറ്റിംഗ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുണ്ട് നമ്മളൊരു പാർട്ട്ണർ നമ്മുടെ ലൈഫിനെ കിട്ടി, നമ്മൾക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിളായി, അല്ലെങ്കിൽ നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ എല്ലാം അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യു ഡോണ്ട് നീഡ് ടു ഡ്രൈവ് യുവർ ലൈഫ്. അതെ, നേരെ പുറകെ പോയിരുന്നാൽ മതി. വെച്ചാൽ ലൈഫ് പൊക്കോളും, നമുക്കൊന്നും ചെയ്യാനില്ല. ഞാൻ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. എനിക്ക് ലൈഫിൽ കുറേ അച്ചീവ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഏതോ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാർഡിൻ്റെ മാനേജർ ആവണം എന്നുള്ളതായിരുന്നു. അതായിരുന്നു എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാൻ. ഞാൻ ഓസ്ട്രേലിയക്ക് വന്ന സമയത്ത് ഞാനത് 1.5 വർഷം കൊണ്ട് അച്ചീവ് ചെയ്തു. ഓസ്ട്രേലിയ വന്ന് 1.5 വർഷം കൊണ്ട് ഞാൻ വാർഡിൻ്റെ മാനേജറായി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ മാനേജറായി എനിക്ക് ഐ ഓവർ അച്ചീവ്ഡ് എവറിത്തിങ്. എൻ്റെ ഫിനാൻസും അതേപോലെ തന്നെയായിരുന്നു, എൻ്റെ ഫാമിലി അതേപോലെ ആയിരുന്നു. ഒത്തിരി വെരി സ്വീറ്റ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ എനിക്ക് കിട്ടി, ലൈക്ക് മൈ വൈഫ്. അപ്പം ലൈഫിലെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പാസഞ്ചർ സീറ്റിലായി, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ സോ യു ലുക്ക് ഫോർ പ്രോബ്ലംസ്, യു ലുക്ക് ഫോർ ഇഷ്യൂസ്. വൈ ആം ഐ നോട്ട് ഹാപ്പി? എനിക്കൊന്നും ചെയ്യാനില്ല ലൈഫിൽ. ഇനി ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്. 35 വയസ്സായ എനിക്ക്, അന്ന് എനിക്ക് 33 വയസ്സായിരുന്നു, 33 വയസ്സായ എനിക്ക് ഇനി ഞാനൊരു 40 വയസ്സോടെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും 40 വർഷം? കാരണം നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്ത നമ്മളൊരു പാസീവായിട്ട് ലൈഫ് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ. അതാണ് ലിറ്ററലി പറഞ്ഞ അതാണ് പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്ന അവസ്ഥ. നമ്മളൊന്നും ഡ്രൈവ് ചെയ്യേണ്ട, നമ്മളിങ്ങനെ പുറത്തോട്ട് നോക്കിയിരുന്നാൽ മതി. വെരി ബോറിങ്, നമുക്കൊരൊന്നും ചെയ്യാനില്ലാത്ത. എനിക്കൊന്ന് അത് തന്നെയാണ് ഒരു മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കടന്നുപോയ അനുഭവത്തിൽ കൂടെ അതായിരിക്കും. അനുഭവം അങ്ങനെ ആയിരിക്കും, എൻ്റെ അനുഭവം എങ്ങനെയായിരിക്കും. ഇതിനകത്ത് സ്റ്റീവൻ കോവെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിക്കൽ നോട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴത്തെ അവസ്ഥയാണ്. നമ്മൾ ഒട്ടും ഒച്ചയെടുക്കാത്ത, ഒട്ടും മെലഡി ഇല്ലാത്തൊരവസ്ഥ. അതിൽ നിന്ന് നമ്മളെപ്പോഴും ജീവിക്കേണ്ടത് ക്രസൻഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ പിച്ച്, ഭയങ്കര സൗണ്ടുള്ള രീതിയിലാണ് ജീവിക്കേണ്ടതെന്നാണ് സ്റ്റീവൻ കോവെ പറയുന്നത്. അത് തന്നെയാണ് ഈ ബുക്കിൻ്റെ പേരും. സോ എങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ വെദർ വി ആർ ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓഫ് എ മിഡ് ലൈഫ് ക്രൈസിസ്. നമ്മുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലല്ല, ഇത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ് എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സ്റ്റീവൻ കോവെ പറയുന്ന പോലെ തന്നെ 2 മൗണ്ടൈനാണ് ജീവിതത്തിലുള്ളത്, 2 മലകളാണ്. ഒന്ന് നമ്മൾ കരിയറിലെ ഫൈനാൻസിലൊക്കെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മലയുണ്ട്. നമ്മളിങ്ങനെ ഓടിക്കയറിക്കൊണ്ടിരിക്കുന്ന മല. ആദ്യത്തെ ഒരു 20 വയസ്സ് തൊട്ട് 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സ് വരെയൊക്കെയാണ് നമ്മൾ ആ മല കയറാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ സാധാരണ ഒരു സോർട്ട് ഓഫ് ആൾക്കാരെല്ലാം ആ പ്രായങ്ങളിൽ അതൊക്കെ തീർക്കും. കാരണം നമുക്ക് ജോലി വേണമെന്ന് തോന്നും, വിവാഹം കഴിക്കണം എന്ന് തോന്നും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആഗ്രഹങ്ങളെല്ലാം നമുക്ക് ജോലി കയറ്റം കിട്ടുന്നു. പക്ഷെ അതെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മല അവിടെ തീരുവാണ്. പിന്നെ നോക്കുമ്പോൾ നമുക്ക് ആ മലയുടെ മുകളിൽ നോക്കുമ്പോൾ നമുക്കൊന്നും കാണാനില്ല. കാരണം നമുക്ക് ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്കില്ല. ലൈഫ് അവിടെ തീരുന്ന ഒരവസ്ഥയാണ്. എനിക്ക് അങ്ങനെയായിരുന്നു. ഞാൻ സെയിം പറയാം, എൻ്റെ കരിയർ ഞാൻ വെരി ഓവർ അച്ചീവ്ഡാണ്. എനിക്കതിൽ മൾട്ടിപ്പിൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. പിന്നെ എനിക്ക് എൻ്റെ ജോലിയിൽ എനിക്കൊന്നും ചെയ്യാനില്ല. എന്നാൽ എൻ്റെ ഫാമിലിയിലും ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ എല്ലാം പോകുന്നു സ്മൂത്തായിട്ട്. ഫൈനാൻഷ്യലിയും എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്ക്
പിന്നെ എന്താണെന്നുള്ളൊരു ഒരു എംറ്റിയാണ്. അവിടെയാണ് രണ്ടാമത്തെ മല തുടങ്ങുന്നത്. അപ്പോൾ സ്റ്റീവൻ കോയി പറയണത് 2 രീതിയിലാണ് ആൾക്കാർ ഈ സിറ്റുവേഷനെ മാനേജ് ചെയ്യണത്. പല ആൾക്കാരും ഒരു ഭൂരിഭാഗം ആൾക്കാർ ആ മലയിൽ നിന്ന് ജീവിതം താഴോട്ട് പോകും. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത മല കെട്ടിപ്പടുക്കാൻ പറ്റും. അതിനെയാണ് ഈ ക്രസൻഡോ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഹൈ പിച്ചിൽ നമ്മൾ മ്യൂസിക് കേൾക്കണം. നമ്മൾ ഏറ്റവും പവർഫുള്ളി നമ്മൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥ. അത് നമ്മുടെ അങ്ങനെ പറയില്ലേ, യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഈസ് എഹെഡ് ഓഫ് യു എന്നാണ് അതിൻ്റെ ഒരു തീം. അതായത് അങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയുമ്പോൾ ഇത് തീരുമല്ല, നിങ്ങൾക്ക് ഇനിയും ചെയ്യാനുണ്ട്, നമ്മുടെ നല്ല ജോലികൾ മുന്നിൽ കിടക്കണുള്ളൂ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയാണ് രണ്ടാമത്തെ മല. ഞാനിപ്പോൾ ആ മല കയറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. രണ്ടാമത്തെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പണ്ടത്തെ അല്ലെങ്കിൽ അന്ന് കടന്നു പോയൊരവസ്ഥ എനിക്കിപ്പോൾ ഇല്ല. കാരണം എനിക്കറിയാം എനിക്ക് ഇനിയും മലകൾ താണ്ടാനുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ച പുതിയൊരു മലയുണ്ട് എൻ്റെ മുമ്പിൽ, അത് എന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലിജിന് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ബുക്ക് പറയണ പോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഡെലിബറേറ്റ്ലി അല്ല, നമ്മള് സംഹൗ അത് പ്രകൃതിയുടെ നിയമം അങ്ങനെയായിരിക്കാം. നമ്മള് എന്നാ ഇപ്പൊ ലിജിനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവാം. അവർ മല അവിടെ നിന്ന് താഴേക്കാണ്. അവിടെയാണ് മനുഷ്യൻ നഷ്ടങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഫാമിലിയിൽ അൺഹാപ്പി ആയിട്ട് പോകണു, ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് അവിടെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മളുള്ള പാർട്ട്ണറിൽ ഇഷ്ടമില്ലാത്തൊരവസ്ഥ, നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് തേടി പോകുന്നു, അല്ലെങ്കിൽ മനുഷ്യനൊരു എന്താ പറയുക, നമ്മൾ പിന്നീട് അവിടെ ജീവിതം താഴോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ പറയാൻ പോണ കാര്യങ്ങൾ ഇത്രയും കൂടി ഉപയോഗപ്രദമാവുക. എന്നാൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആവാം അല്ലേ? എനിക്ക് തോന്നുന്നു ശ്യാം, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് തോന്നുന്നു ഞാൻ ആ മലയുടെ താഴത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് മുകളിട്ട് കയറിയ ഒരാളാണ്. അപ്പൊ എനിക്കറിയാം എത്ര ഡിഫിക്കൽട്ട് ആണ്. കാരണം അതിൽ കൂടെ കടന്നു പോകണ മാനസികാവസ്ഥ ഭയങ്കര ഭയാനക. ഉറങ്ങാൻ പറ്റില്ല. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഐ ഫീൽ ഞാൻ ചില ദിവസമൊക്കെ രാത്രി എഴുന്നേറ്റിരുന്നിട്ട് നമ്മൾ ചിന്തിക്കുമ്പം ഈ 2 കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഒന്ന്, വൈ ആം ഐ അപ്സെറ്റ്? ആൻസർ ഇല്ല. കാരണം ചുറ്റും നോക്കുമ്പോഴത്തേക്കും നല്ല വീട് എന്ന് വെച്ചാൽ നമുക്ക് എവറിത്തിങ് യു ഓൾവേസ് വാണ്ടഡ് നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ യു കനോട്ട് അച്ചീവ് എനിത്തിങ്. ഇപ്പം ചില അവസ്ഥകളിലുണ്ട് നമുക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങ് എത്തിയില്ലോ. സെയിം തന്നെയാണ്. ഇതിന്റെ ഒരു കോയിന് രണ്ട് സൈഡാന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഓർക്കുവാണ് ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു എൻ്റെ ഹെൽത്ത്. ആ ഒരു സമയത്തൊക്കെ തന്നെയായിരുന്നു എനിക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു നേഴ്സ് എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചു, ഓക്കെ എനിക്ക് ഒത്തിരി കാലം ജീവിക്കാൻ പറ്റത്തില്ല ഇതേപോലത്തെ അസുഖങ്ങൾ വെച്ചിട്ട്. അപ്പോൾ എങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 വയസ്സ് ആകുമ്പോൾ ഒരു 60 വയസ്സ് വരെ ജീവിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 50 വയസ്സാകുമ്പോഴത്തേക്ക് റിട്ടയർ ചെയ്ത് 60 വയസ്സ് വരെ അടിപൊളിയായിട്ട് ജീവിച്ച് അങ്ങ് മരിക്കാം എന്ന് വിചാരിച്ചു. ഐ വാസ് പ്രിപ്പയറിംഗ് ടു ഡൈ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഐ വാസ് പ്ലാനിങ് അബൌട്ട് ഡൈയിങ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. പെട്ടെന്ന് സൂയിസൈഡ് അല്ല എങ്കിൽ അവിടെയാണ് എനിക്ക് പിന്നെ ഞാനൊരു സ്റ്റോറി കേൾക്കുക, ഒരു റിച്ച് റോൾ എന്ന ഒരാളുടെ സ്റ്റോറി കേൾക്കുക, എനിക്ക് മനസ്സിലായി എനിക്ക് ഐ ക്യാൻ റിവേർട്ട് എവറിത്തിങ്. സോ ഞാൻ -5 തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നതാണ് എൻ്റെ ഗ്രാഫ് -5 തുടങ്ങിയത്. ഇപ്പോൾ ഞാനൊരു -3. ഇപ്പം ഞാൻ എൻ്റെ മെറ്റബോളിക് ഏജിലും മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഞാൻ യങ്ങറാണ് മെറ്റബോളിക്. അത് ആ താഴത്തോട്ട് വീണിട്ട് മുകളിട്ട് നോക്കിപ്പോയ അവസ്ഥയാണ്. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്, ഒരു കണ്ടിന്യൂസ് ലേണിംഗ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും സ്റ്റീവൻ കോയി പറയുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ പറയാം, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഒന്ന് നമ്മളെ റിമൈൻഡ് ചെയ്യുകയാണ് സ്റ്റീവൻ കോയി, നമ്മുടെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഈസ് അഹെഡ് ഓഫ് യു. ഇപ്പം നമ്മൾ ആ കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് കടക്കുന്നതിനേക്കാളും മുമ്പ് ഒറ്റ കാര്യം കൂടി ഉണ്ട്. അതായത് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇപ്പം സ്റ്റീവൻ കോയി ഫൈൻഡ് യുവർ വോയിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ നമുക്കൊരു കോളിംഗ് എന്ന് പറയില്ലേ, ഓക്കെ ഞാൻ ഇതിനല്ല ഉണ്ടായേക്കണത്, ഇപ്പൊ ഈ കരിയറിൽ ഇത്ര അച്ചീവ് ചെയ്യാൻ മാത്രമല്ല ഞാൻ ഉണ്ടായേക്കണത്, ദർ ഇസ് സംതിങ് ബിഹൈൻഡ് മൈ മിഷൻ ഇൻ ദ ലൈഫ്. അതിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ രണ്ടാമത്തെ മല കയറാൻ പറ്റും. അത് കിട്ടാനായിട്ട് ഉള്ള കാര്യങ്ങളും അതിലേക്കുള്ള സ്റ്റെപ്പുകളാണ് ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ലേണിംഗ്. അല്ലെങ്കിൽ സ്റ്റീവൻ കോയി ഈസ് ബീൻ എ വെരി അഡ്വക്കേറ്റ് ഫോർ നമ്മൾ ആ ഒരു വിൻ അല്ലെങ്കിൽ ആ ഒരു മെൻറ്റേഴ്സ് പോലെയുള്ള ആൾക്കാരനെ അത്തരം നല്ല സർക്കിളുകളിലേക്ക് ചെന്ന് പെട്ടിട്ട് നമുക്ക് അതിൽ നിന്ന് കയറുന്ന ആൾക്കാർ. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ എനിക്ക് ബുക്സ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തായിരുന്നു. ഐ കൺസിഡർ ബുക്ക് ഒരു പുസ്തകത്തിനെ ഒരു വ്യക്തിയായിട്ട് തന്നെ ഞാൻ എപ്പോഴും കാണാറ്. കാരണം ഞാൻ അതിൽ നിന്ന് അഡ്വൈസ് എടുക്കാറുണ്ട്.
ഇപ്പോൾ എൻ്റെ ലൈഫിൽ മെൻറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് ആ ഒരു ഫീലിംഗ് ഓഫ് വാക്കത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർ പറഞ്ഞു നീ ആ ജോലി ചെയ്യാൻ വേണ്ടി ജനിച്ചിട്ടുള്ളതല്ല, ദർ ഈസ് നിനക്ക് അതിനേക്കാളും ബിഗർ പർപ്പസ് അതിലുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ ലൈഫ് അങ്ങനെ തീർക്കേണ്ടതല്ല. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നി തുടങ്ങിയായിരുന്നു ഓക്കെ എനിക്കിതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ കരിയർ ഒരു ഫസ്റ്റ് മൗണ്ടൻ കടന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഞാൻ അച്ചീവ് ചെയ്തത് എനിക്ക് അതിനേക്കാളും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ടെഡ് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന ജേണിയാണെങ്കിൽ അതിലേക്കുള്ള ഒരു മെയിൻ സ്റ്റെപ്പാണ് ആ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീവൻ കോവി പറയുന്നത് നമ്മൾ പഠിക്കാൻ മറന്നു പോകണോ അന്ന് നമ്മൾ മരിച്ചു തുടങ്ങുന്ന പറയണത്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ലേണിങ്ങിൽ കൂടെയാണ് നമുക്ക് ആ ഒരു കുറച്ചും കൂടി റീഇൻവെൻറ്റ് ചെയ്യാൻ പറ്റും, നമ്മളെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ അതിന് ഇപ്പം നമ്മുടെ ജേണി ഒരു എക്സാമ്പിളാണ്. അപ്പം നമ്മൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ ആ ഒരു സെക്കൻഡ് ജേണിയാണ് നമ്മൾ ഒരു കുറച്ച് 2-3 വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കണ്ടിന്യൂസ് ലേണിംഗ് പർപ്പസ് ഉണ്ട്. നമ്മൾ എത്രയോ ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലും ഒരു പുതിയൊരു ആശയം നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ പുതിയൊരാളെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലേണിംഗ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതൊരു ബേസിക് ഹ്യൂമൻ നീഡ് ആണല്ലോ ഇപ്പോൾ അല്ലേ? അത് ഉറപ്പായിട്ടും എനിക്കൊന്ന് നമ്മൾ ആ ലേണിംഗ് എപ്പോൾ നിൽക്കുന്നോ അപ്പോൾ നമ്മൾ ഡൈ ഔട്ട് ചെയ്യുകയാണ്. അതെ, നമ്മൾ തീർന്നു. ചിന്തിച്ച് നോക്കുമ്പം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണെങ്കിലും നമ്മൾ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഒരു എല്ലാത്തിനും ക്യാപ്പ് ഇട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് യു ആർ ഡൺ എന്ന് തോന്നുന്നത്. നമ്മൾ ലുക്ക് ഫോർ ദ നെക്സ്റ്റ് തിങ്, ഗോ ഫോർ ആൻ അഡ്വഞ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇത് സ്കൈ ഡൈവ് ചെയ്യാൻ അങ്ങനത്തെ അഡ്വഞ്ചർ അല്ല ഉദ്ദേശിച്ചത്. അഡ്വഞ്ചർ ഇസ് എനിത്തിങ് ദാറ്റ് യു ആർ നോട്ട് ഷുവർ അബൌട്ട്. അതിൽ ചാടി കയറുക, ആ ബസ്സിൽ ചാടി കയറിയിട്ട് അതിനെ ഡ്രൈവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതെ. പിന്നെ ഇതിൽ പറയുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഇത് ആ ഒരു റിട്ടയർമെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഏജ് ഉണ്ടല്ലോ. അപ്പോൾ അതായത് ഇപ്പോൾ സ്റ്റീവൻ കോവി നമ്മൾ റിട്ടയർമെൻറ്റ് ഇല്ല ലൈഫിൽ, നമ്മൾ റിട്ടയർ ആവരുത്. അപ്പോൾ എനിക്ക് വെരി നല്ലൊരു എക്സാമ്പിൾ റീസെൻ്റ് എനിക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സാറ് വിളിച്ചു. പുള്ളി പാലക്കാട് കുഴൽമന്ദത്ത് നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഉണ്ട്, പുള്ളി വേറൊരു സ്റ്റേറ്റിൽ സെറ്റിൽഡാണ്. അപ്പോൾ 56 വയസ്സ് മറ്റേ പ്രായമുണ്ട്, റിട്ടയറിങ് ഏജ് ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹവും ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ പ്രായത്തിലുള്ള ഒരു 60-70 പ്രായത്തിലുള്ള 2 പേരും കൂടിയിട്ട് ഒരു ബിസിനസ് ഐഡിയ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വിളിക്കണം. അതൊരു അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പാർട്ട്നേഴ്സിന് വേണം, അല്ലെങ്കിൽ ഓരോ ജില്ലകളിലും അദ്ദേഹം ചെയ്യണ ബിസിനസ്സിന് നല്ല ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ സെൻറ്റേഡ് ആയിട്ടുള്ള നല്ല കൈൻഡ് ഇനഫ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിപ്പോയി. സാറ് റിട്ടയർ ആവാൻ പോണ ഒരാൾ വീണ്ടും ഇത്തരം സാഹസികതകളിലേക്ക്, അപ്പോൾ ലൈഫ് അവിടെ തീരരുത്, അതിന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. കാരണം ഇപ്പം എൻ്റെ ഫാദർ ഒരു റിട്ടയർ ആയിട്ട് ഇപ്പോഴും പുള്ളി ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പല കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അത് ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അവരെ ഡ്രൈവ് ചെയ്യണത് അതാണ്. അപ്പം നമ്മൾ ഇതിനൊരു സ്റ്റോപ്പ് വെക്കേണ്ട കാര്യമില്ല എന്നാണ് സ്റ്റീവൻ കോവി പറയുന്നത്. അപ്പം ഏജ് ഒരിക്കലും അതിനൊരു ലിമിറ്റ് ആവരുത്. ഇപ്പം എൻ്റെ ഒരു മെൻറ്റർ, ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിൽ എൻ്റെ ഒരു മെൻറ്റർ 90 വയസ്സുള്ള ഒരാളായിരുന്നു. ഹി സ്റ്റിൽ ടീച്ചിങ് അല്ലേ? അപ്പോൾ നമ്മൾ അതാണ് അവർ ഇപ്പോൾ പുള്ളി ഇപ്പോഴും ലിങ്ക്ഡിനിൽ വെരി ആക്റ്റീവാണ്. ആർദർ വെയർ, ടോം വെയർ ലിങ്ക്ഡിനിൽ വെരി ആക്റ്റീവാണ്, സോഷ്യൽ മീഡിയയിലെല്ലാം ആക്റ്റീവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ റിട്ടയർമെൻറ്റ് ലൈഫ് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യണത്. വാറൻ ബഫറ്റ് 96-97 ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതാണ് അവരെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയണതല്ലേ. അടുത്തതിലേക്ക് ചാടി കയറാനുള്ള ഒരു ചിന്താഗതി മൈൻഡ് ഉണ്ടായിരിക്കണം. അപ്പം അത്തരം ആൾക്കാരാണ് ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നത്, അല്ലെങ്കിൽ അത്തരം ആൾക്കാരാണ് ഭൂമിക്ക് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണതൊക്കെയാണ് സ്റ്റീവൻ കോവി പറയുന്നത്. ഐ തിങ്ക് ദാറ്റ് മേക്സ് സെൻസ് അല്ലേ? ഉറപ്പായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ഭൂമിക്ക് വേണ്ടി സെർവ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്താണ് സെർവ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ. വാട്ട് പർപ്പസ്, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് എന്താണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ചെയ്യുന്ന പോഡ്കാസ്റ്റിൽ ദർ ഇസ് എ പർപ്പസ്. നമുക്ക് ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ള ഇത് മെസ്സേജസ് കൊടുക്കുക, അവരുടെ ലൈഫിന് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുക. സോ ഇറ്റ് ഗീവ്സ് യു പ്ലഷർ അല്ലെ? ആ കിട്ടുന്ന പ്ലഷർ എന്ന് പറഞ്ഞാൽ ഓരോ കമൻറ്റിലും ഓരോ കോൺടാക്റ്റിലും എവറി മിനിറ്റ് മേക്സ് അസ് ഹാപ്പി അല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെയും പറയാം, നമ്മൾ സ്റ്റീവൻ കോവി പറയണ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതായത് യൂസ് അഡ്വേഴ്സിറ്റി ആസ് എ ടൂൾ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോയ അവസ്ഥ നമുക്കറിയാം. അപ്പം നമ്മൾക്ക് അപ്പോൾ അദ്ദേഹം പറയേണ്ടത് നമ്മൾ അത്തരം ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകണ നല്ല മനുഷ്യരെ വേറൊരു മനുഷ്യൻ ആ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഒത്തിരി കൂടി എമ്പത്തറ്റിക് ആവും, നമ്മൾ കൈൻഡ് ഇനഫ് ആവും. അപ്പം നമ്മൾ തന്നെ എത്രയോ സമയം നമ്മൾ ആൾക്കാർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഇവിടെ പറയേണ്ട കാര്യമില്ലെങ്കിലും ഒരു ഫാർ എക്സ്റ്റെൻഡിലുള്ള ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം മണിക്കൂറുകളാണ് നമ്മുടെ സമയത്തിൻ്റെ
മണിക്കൂർ പറഞ്ഞാൽ ഇറ്റ് മേക്സ് അസ് ഹാപ്പി. അല്ലെങ്കിൽ നമ്മുടെ സമയം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോൺ കോൾ കൊണ്ട് വെരി എക്സ്ട്രീം ബിഹേവിയേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിലും ലൈഫിൽ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ അടുത്ത് വരെ നമുക്ക് സംസാരിക്കാൻ പറ്റി, അല്ലെങ്കിൽ അവരുടെ ലൈഫിനൊരു യു ടേൺ എടുക്കാൻ നമുക്ക് പറ്റി എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ? എനിക്ക് തോന്നുന്നു ലൈഫിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ വായിച്ചാണ്, സക്സസ് ഇസ് ദ നമ്പർ ഓഫ് പീപ്പിൾ യു ട്രാൻസ്ഫോംഡ് ഓർ യു ചേഞ്ച്ഡ് എന്നുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാനത് ശരിക്കും മനസ്സാൽ ഇത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ ബുക്കും അതിനോട് റെസനേറ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ യൂസ് യുവർ പെയിൻ ടു മേക്ക് യു പർപ്പസ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്കും ഇങ്ങനെ പറയാൻ പറ്റും. ഞാൻ 1-2 പേര് കഴിഞ്ഞ റീസെൻ്റ്ലി മീൻസ് നമ്മളൊരു ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സൊസൈറ്റി മൊത്തം ഒരു വെരി ജഡ്ജ്ഡ് ആയിട്ട് അവർ ലൈഫിൽ ഒരു സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അവർ ഒരു ഇല്ലിസിറ്റ് ആയിട്ടുള്ള കുറേ മാർഗ്ഗങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർ ദേ ഫെൽറ്റ് അവരുടെ ലൈഫിൽ അവർക്കൊന്നുമില്ല എന്നുള്ള സമയത്താണ് ചിലപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ട് നമ്മൾ സംസാരിച്ച് പിന്നെ അവർ വേറെ ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പേഴ്സണലി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു ലൈഫ് ജേണിയെ മാറിക്കൊണ്ടിരിക്കുക. അപ്പം അത് നമുക്കൊരു എനർജിയാണ് അല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാൻ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോയത് കൊണ്ടാണല്ലോ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണത് അല്ലേ? അതെ അതെ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തിങ്ക് വാട്ട് യു ക്യാൻ ഡു ഡിഫറെൻ്റ്ലി. ഇപ്പം നിങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അവസ്ഥ എന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊന്നും തുടങ്ങുക എന്നുള്ളതാണ്. പുതിയൊരു അഡ്വഞ്ചറിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അത് തന്നെയാണ് ഈ ബുക്ക് പറയുന്നത്. അപ്പോൾ ഓൾവേസ് കീപ് ലേണിംഗ്. ഇപ്പോൾ നമ്മൾ ഈ ബുക്കിനെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ദ മെയിൻ തിങ്സ് ആർ ഓൾവേസ് ബി ദ ഡ്രൈവർ ഓഫ് യുവർ ലൈഫ്. അത് ഇങ്ങനെ പറയാം വെരി സിംപ്ലി 3 വാക്കുകൾ പറയണമെങ്കിൽ അത് ലേൺ, ഗ്രോ ആൻഡ് കോൺട്രിബ്യൂട്ട്. യെസ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക, നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ലിജി നേരത്തെ ചോദ്യത്തിൽ ഞാൻ വന്നില്ലെങ്കിൽ ആ ഒരു ഹൗ ടു സെർവ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. സെർവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാത്ത് ടു സിഗ്നിഫിക്കൻസ് ആണ്. ഇപ്പോൾ സ്റ്റീവൻ കോയി പറഞ്ഞത് നമ്മൾ മരിക്കണം എന്നില്ല നമ്മുടെ ഒരു ലെഗസി ഉണ്ടാക്കാനായിട്ട്. നമ്മൾ സംസാരിക്കണ ഓരോ കോൺവെർസേഷനുകളും നമുക്ക് ഓരോ ആൾക്കാരിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അതായത് യു ഡോണ്ട് ഹാവ് ടു ഡൈ ടു മേക്ക് എ ലെഗസി, ബട്ട് എനി കോൺവെർസേഷൻ യു ഹാവ് ഇൻ ഒരു പർപ്പസ്ഫുൾ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ഒരാളുടെ അടുത്ത് ഉണ്ടാവുകയാണെങ്കിൽ അയാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ലെഗസി. ആ പേഴ്സന്റെ ലൈഫിലുള്ള ഒരു ലെഗസിയാണ്, ആ പേഴ്സന്റെ ജേണിയിലുള്ള ഒരു ലെഗസിയാണ്. നമ്മൾ അവരുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യാണ്. അല്ലെങ്കിൽ അവരുടെ ഏതൊരാളും ഇപ്പം നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും അദ്ദേഹം ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹത്തിന് സറൗണ്ട് ചെയ്തൊരു ഫാമിലി ഉണ്ട്, അദ്ദേഹത്തിന് സറൗണ്ട് ചെയ്തൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം അത് സറൗണ്ട് ചെയ്ത ഒരു ബിഗ് സൊസൈറ്റി ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ പറയാം ലിജിൻ, ഇപ്പം നമ്മുടെ ജേണിയിലാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ 3 പേര് ഒന്നിച്ചു വന്നു, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്നിട്ട് നമ്മൾ വി ആർ ഗിവിങ് ഔട്ട് ടു ഒരു സോർട്ട് ഓഫ് നമ്മുടെ ഒരു ഫാമിലീനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഇൻഫ്ലുവൻസിങ് ഒരു കർവ് നമ്മൾ ഇത്രയും കൂടിയും വലുതാക്കി, അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണു. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റീനെ നമ്മൾ സെർവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി നമ്മളിങ്ങനെ സംസാരിക്കുന്നത് വഴി ദർ ആർ പീപ്പിൾ എവറി ഡേ ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, നമുക്ക് കിട്ടുന്ന കമൻറ്റ് തന്നെ മതി അല്ലേ? ഉറപ്പായിട്ടും. ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നവരും ഇനി കടന്നു പോകാൻ ചാൻസും ഉണ്ട് ആൾക്കാർക്ക്. സോ ജസ്റ്റ് ഓൾവേസ് മേക്ക് ഷുവർ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതൊരു കോമൺ ഫിനോമിനാണ്. അതായത് മനുഷ്യന്റെ ലൈഫിൽ അവൻ കടന്നു പോവേണ്ട അവസ്ഥകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ സാധാരണ എല്ലാ മനുഷ്യന്മാരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതിനെ അത്തരം അവസ്ഥകളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് യുവർ ജേർണി. ഇപ്പം നമ്മൾ പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ലൈഫ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടാണ്. ഇപ്പം നമ്മൾ പല ഫിലിം സ്റ്റാർസിൻ്റെയും ഇപ്പോൾ ഒരു റീസെൻറ്റ് ന്യൂസുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഇതിന് റീസൺ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരുടെ കരിയർ പീക്കിൽ ദേ ഫീൽ എംപ്റ്റി. എന്നാൽ ആ ഒരു പ്രായത്തിൽ തന്നെ ജീവിതം മാറ്റിയെടുത്ത ഒത്തിരി ആൾക്കാരുണ്ട്. KFCയുടെ ഓണർ, അല്ലെങ്കിൽ KFCയുടെ ഫൗണ്ടർ, അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സിൻ്റെ ഫൗണ്ടേഴ്സ്, അതെല്ലാം ആ ഒരു പ്രായത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ വന്നിട്ട് അവിടെ നിന്ന് ലൈഫ് ചേഞ്ച് ചെയ്തെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അത് അങ്ങനെയും ആ എനർജീനെ ഉപയോഗിക്കുക. നമ്മൾ ആ ഒരു സമയത്തിൽ കൂടെ കടന്നു പോകുമ്പോഴുള്ള ആ ഒരു ജേണീനെ മേക്ക് ഇറ്റ് എ ബെറ്റർ ഫോർ ദ യൂണിവേഴ്സ്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ എങ്ങനെ ഈ സിറ്റുവേഷനെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം എന്നാണ് സ്റ്റീവൻ കോയി പറയുന്നത് അല്ലേ? അതെ, ഉറപ്പായിട്ടും. എനിക്കൊന്ന് പേഴ്സണലി പറയുമ്പോൾ ശ്യാമിന്റെ ലൈഫ് തന്നെ അതിനൊരു എക്സാമ്പിൾ ആണെന്ന് നമുക്ക് നമ്മൾ കടന്നു പോണ അവസ്ഥ, നമ്മളൊരു കടന്നു പോകണം. ഇപ്പോൾ ലിജിനാണെങ്കിൽ പോലും ഇപ്പോൾ ലിജിൻ ഇപ്പോൾ ലിജിൻ പറഞ്ഞ പോലെ ഒരു ബ്ലഡ് പ്രഷർ കയറി, അല്ലെങ്കിൽ ലൈഫ് ഫിസിക്കലി ഇല്ലായി, അതിൽ കൂടെ കടന്നു പോയിട്ട് ലിജിൻ ഒരു മാരത്തോൺ റൺ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിലേക്ക് കടന്നപ്പോൾ ലിജിൻ അതിന് ശേഷം ഞങ്ങളതെല്ലാം അതിലേക്ക് കടത്തി വിട്ടു. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകും. അതാണ് അതിൻ്റെ ഒരു
ഒരു സോഴ്സ് ഓഫ് ഈ കാര്യം പറയണത്. അതെ, എനിക്ക് അത്രേ ഉള്ളൂ. ഫേസ്ബുക്കിലൊക്കെ എൻ്റെ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കും നിനക്ക് എന്നാന്ന് ചോദിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ചിലപ്പോൾ റാൻഡമായിട്ട് ആൾക്കാർ എന്ത് പറയും, ഓ നീ അന്ന് അതിട്ടിരുന്നത് നന്നായി, അതുകൊണ്ട് ഞാനും അത് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നീ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു രാവിലെ എഴുന്നേറ്റ് പോകണുള്ള കാര്യം എന്നുള്ള കാര്യം നമുക്ക് അത് മതി. നമുക്ക് ചിലപ്പോൾ ഇട്ട് കഴിയുമ്പം ഇത് ഇട്ടിട്ട് എത്ര ലൈക്ക് ഇത് അങ്ങനെയൊന്നും അല്ല. പിന്നെ എനിക്ക് ഇപ്പോൾ ലിജി പറഞ്ഞ പോലെ സെയിം തന്നെ. ഇപ്പം എനിക്കും ഈ ജോലിയിലെ ആൾക്കാർ സഫർ ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാനത് കടന്നു പോയതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ റെഗുലർലി ഞാൻ അങ്ങനെ പോസ്റ്റുകൾ ഇടാറുണ്ട്. കാരണം ഐ ഹെയ്റ്റ് പീപ്പിൾ ഗോയിങ് ത്രൂ. കാരണം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതായത് ഏതൊരാൾക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു അവസ്ഥ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ഒരു ഫാക്ടർ ഏറ്റവും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ശ്യാം ലൈഫിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഫാക്ടർ, എന്താണ് ആ ചേഞ്ച്? ഒരു നമ്മളാ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഐ റിയലി ലൈക്ക് ഇറ്റ്. ആ കൺസെപ്റ്റ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. പിന്നെ ഒരു 25 തൊട്ട് ഒരു 25 തൊട്ട് 40-50 വയസ്സ് വരെയുള്ള മനുഷ്യൻ നമ്മളെപ്പോഴും കാരണം റിപ്പീറ്റഡായി പറയണത് ആളുകൾ അതിൽ കൂടെ കടന്നു പോകുമ്പോഴേ അവർ തിരിച്ചറിയണല്ലോ. ചിലപ്പോൾ തിരിച്ചറിയണില്ല. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് യുവർ ജേണി. നമ്മുടെ ഒരു സ്റ്റോറി മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു അവസരമാണിത്. അതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒന്നെങ്കിൽ അത്തരം അവസ്ഥകളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ജേണി മറ്റുള്ള ഒരാളോട് ഷെയർ ചെയ്യുക. അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക, അവരുടെ അടുത്ത് സംസാരിക്കുക, എന്നിട്ട് മേക്ക് യുവർ ലൈഫ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് നമുക്കും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിക്ക് മാറ്റിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി, അതാണ് അതിൻ്റെ ഒരു പർപ്പസ്. അത് അവിടെ നമ്മളെപ്പോഴും കംഫർട്ട് ലെവലിലേക്ക്, വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അയ്യോ ഇനി ഒന്നും വേണ്ടല്ലോ, അല്ലെങ്കിൽ പൈസയല്ല മനുഷ്യനെ ഹാപ്പി ആക്കണത്, അല്ലെങ്കിൽ മണി ജസ്റ്റ് ഒരു ടൂളാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഐ തിങ്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റീവൻ കോയി പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് യു സെർവ്. നമ്മളൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കമ്മ്യൂണിറ്റിക്ക് എന്താണ് കൊടുക്കുന്നത് അതാണ് നമ്മുടെ ലെഗസി അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ കടന്നു ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, അല്ലെങ്കിൽ നമുക്കിത് ഹെൽപ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഇതിൽ കടന്നു പോവുകയാണെങ്കിൽ ലുക്ക് ഫോർ സംതിങ്, ഇത് പോസിറ്റീവ് സബ്ജക്റ്റീവ് ചിന്തിക്കുക. ഞാൻ ഇങ്ങനെ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്, ഇതെൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്, ഐ ഹാവ് ടു ഗെറ്റ് ത്രൂ ദിസ്. ഇതിൻ്റെ അപ്പർ സൈഡ് ഈസ് ഓൾവേസ് ബ്രൈറ്റ്. അപ്പം ലുക്ക് ഫോർ യുവർ സൊല്യൂഷൻ. പേഴ്സണലാണ്, ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ എന്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങളും അത് അപ്ലൈ ചെയ്യുക. ഫൈൻഡ് എ ഫ്രണ്ട്, ഇപ്പോൾ എനിക്ക് എൻ്റെ വൈഫ് ശ്യാമിനും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് അങ്ങനെ അവരുമായിട്ടുള്ള ഞങ്ങൾക്ക് പരസ്പരമുണ്ട്. അങ്ങനത്തെ രീതിയിൽ ഒരാളെ കണ്ടുപിടിക്കുക, ഷെയർ ചെയ്യുക. യു വിൽ ഗെറ്റ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ലൈഫിൽ. അതെ, അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഇതേപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകണം. ലൈഫിൽ ആരും ഹാപ്പി അല്ല, എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക. നമുക്ക് വി ആർ ഹാപ്പി ടു ഹാവ് എ ചാറ്റ്. Happy to be part of your journey. Like it's a journey. It's a tough one, but once you are over the hump, it's easy. It is easy. കാരണം നമുക്ക് ഒന്നിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരിക്കും ലോകത്തിൽ അല്ലേ? Okay, അടിപൊളി. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഞങ്ങൾ പറയേണ്ട. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് അതിനെ ഓട്ടോമാറ്റിക്കലി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളിത് കൊണ്ട് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് ഒരു ഫ്രണ്ടോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളോ ഈ പ്രായത്തിൽ കൂടെ കടന്നു പോകുകയാണെങ്കിൽ. ഇതാരും പറയാത്ത കാര്യങ്ങളാണ്. കാരണം നമ്മൾ കടന്നു പോയത് നമ്മൾ ജനങ്ങളടുത്ത് പറയണത് ഇനി ഒരാളതിൽ കൂടെ കടന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ല കടന്നു പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.